കോണ്ടന്റ് ക്ഷമ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരുങ്ങി കെട്ടി പോകുന്നതുകൊണ്ട് നമുക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഇന്ന് നമ്മൾ കീറിയ ജീൻസും ടോപ്പുമാണ് ഇടുന്നത്. ചുരിദാർ ടോപ്പ് ആയതുകൊണ്ട് ആ കീറിയ ഭാഗം കാണത്തില്ല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പിന്നെ എന്തിനാ മേടിച്ചതെന്നല്ലേ ഒരു മനസ്സുഖം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. കുറെ പേർക്ക് ഞാൻ ചുരിദാർ ഇടുന്നത് ഇഷ്ടമില്ല, എന്നാ പിന്നെ ചുരിദാർ തന്നെ ഇട്ടേക്കാം. നെക്സ്റ്റ് മുടി ചീകൽ പരിപാടിയാണ്. ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് കുറെ മണിക്കൂർ എടുക്കുവേ. 2 സെക്കൻഡ് കൊണ്ട് പരിപാടി ക്ലോസ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇത്രയും വൃത്തിക്ക് ഞാൻ ചെയ്യുന്ന അല്ല, ചീക പോലും ഇല്ല. മുടിയില്ലാത്തവർക്ക് ഇങ്ങനെയും ചില ഗുണങ്ങളുണ്ടേ. മുടി വളർത്തുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ വളർത്തും കേട്ടല്ലോ. ഇനി മുഖത്ത് തേക്കാൻ മോയ്സ്ചറൈസർ പിഗ്മെന്റേഷൻ പോലെ വന്നപ്പോൾ ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പൊ വലിയ കുഴപ്പമില്ല കേട്ടോ. എന്നാലും മുഖത്തിനൊരു മാറ്റവും ഇല്ല. ടാൻ അടിച്ചിരുന്നത് കണ്ടിട്ടും പുള്ളിക്കാരി എനിക്ക് സൺസ്ക്രീൻ റെക്കമെൻഡ് ചെയ്തില്ല. അതുകൊണ്ട് ഞാനിപ്പോ തേക്കാറുമില്ല. സമയമില്ലാത്ത സമയത്ത് ഞാൻ ഈ ഷോ ഒക്കെ കാണിക്കുന്നത് നിങ്ങൾ ഓർക്കണം. 8:30 വണ്ടിക്ക് പോകേണ്ട ഞാൻ എവിടെ 8:20 ആയപ്പോഴും ഇങ്ങനെ തൂത്തോണ്ടിരിക്കുക. ഇതൊക്കെ ഒരു കഴിവ് അറിയോ? ഇച്ചിരി മുടി ഉള്ളതിൽ നമ്മൾ ഒത്തിരി ഷോ കാണിക്കണം. നെക്സ്റ്റ് നമ്മൾ ഇടാൻ പോകുന്ന ലിപ് ബാം. അത് ഡോക്ടർ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ ചുമ്മാ ചെയ്യുന്നു. ടു ഗെറ്റ് ദ ഫെമിനിൻ വൈബ്. ഈ ലിപ് ബാമിന്റെ മണ്ടേക്കോട്ടെ നമ്മൾ ലിപ്സ്റ്റിക് തേക്കുന്നത്. അപ്പൊ ആ ലിപ്സ്റ്റിക്കിന്റെ ഡ്രൈനെസ് ഇച്ചിരി കുറഞ്ഞു കിട്ടും. ഇത് എന്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്, നിങ്ങൾക്ക് വേണേൽ ട്രൈ ചെയ്യാം. നമ്മൾ ചുരിദാർ ഇടുമ്പോഴാണ് മെയിൻ ആയിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കാറ്. എന്നും ഉപയോഗിക്കാറില്ല, കാരണം അത് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. വെറുതെ എന്തിനാ നമ്മളായിട്ട് കുറെ അസുഖങ്ങൾ വരുത്തുന്നത്? എന്നിട്ട് ഈ വെളിയിൽ പോയതൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് തൂക്കണം. അതിന് വേറെ സാധനങ്ങളൊന്നും എടുക്കാൻ എന്നെ കൊണ്ടുപോയി. അവസാനം ഇങ്ങനെ ഇളിച്ചു നോക്കണം സെറ്റാണോ. ഇതെല്ലാം ഇട്ടോണ്ട് പോകും, അവസാനം ഉച്ചയ്ക്ക് എല്ലാം തിന്നു തീർക്കും. അതാണ് പതിവ്. ലിപ്സ്റ്റിക് ഇട്ടതിന്റെ കുറെ അനാവശ്യ കോപ്രായങ്ങൾ. നെക്സ്റ്റ് നമ്മൾ പൊട്ട് കുത്താൻ പോവാണ്. മുടിയില്ലാത്തവർക്കും പൊട്ടൊക്കെ കുത്താം കേട്ടോ. ഇങ്ങനെ ഞാൻ പൊട്ട് കുത്തി പോയപ്പോ എന്നോട് ഒരാൾ ചോദിച്ചു, നീ പൊട്ടൊക്കെ കുത്തുവോന്ന്. എനിക്ക് പൊട്ട് കുത്തിയാ എന്താ? ഇതൊക്കെ ഒരു ഫണ്ണല്ലേ? ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമല്ലോ. അപ്പൊ നമ്മുടെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തിയായി ഗൈസ്. ഇപ്പോഴാണ് ഞാൻ ആ കാര്യം കണ്ടുപിടിച്ചത്. ദേ പിമ്പിൾസ് കണ്ടപ്പോ തന്നെ മനുഷ്യന്റെ മൂഡ് പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ പെർഫ്യൂം അടിക്കുവാണ്. അതോടുകൂടി കഴിഞ്ഞ് നമ്മുടെ ഒരുക്കങ്ങൾ അവസാനിച്ചു. ഈ പരസ്യത്തിൽ അതേപോലെ അടിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ ഇങ്ങനെ ആയിപ്പോയി. എന്നേലും ആട്ടെ, മണം കിട്ടിയാ പോരെ. ഇതൊന്നും അല്ല, ഇനി വണ്ടി കിട്ടുമെന്നാണ് അറിയേണ്ടത്. ഇതൊക്കെ ഞാൻ മുട്ടുകുത്തിയാ ചെയ്യുന്നത്. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോലും ഫുള്ള് മുട്ടുകുത്താറില്ല. ലാസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ID കാർഡും കൂടി ഇട്ടു. കിട്ടിയിട്ട് അധികം ആയില്ല. അതിന് മുന്നേ ഇത് ഒരെണ്ണം പൊട്ടിപ്പോയി അടുത്തത് മേടിച്ചത്. എന്റെ കയ്യിലിരിപ്പ് അല്ലാതെന്ത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വലിയ മാറ്റമൊന്നുമില്ല, ആദ്യത്തെ പോലെ തന്നെ. ഇനി എന്നാലും ഷോ കുറയ്ക്കാൻ പാടില്ലല്ലോ. ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഞാൻ കണ്ണാടിയിൽ ഭംഗി ആസ്വദിക്കും. അപ്പൊ വണ്ടിയൊക്കെ പോയിന്ന് വരും, അതൊന്നും ഞാൻ വിഷയാക്കത്തില്ല. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ആക്സസറീസ് ഇടുവാണ്. കയ്യിലിടുന്ന കൊന്ത 2 ദിവസമായിട്ട് തുടങ്ങിയതാ. അപ്പൊ പ്രാർത്ഥനയൊക്കെ ഭയങ്കര കുറവാ. ഇത് കണ്ടേലും ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ ഇടുന്നത്. ഇപ്പുറത്തെ കയ്യിലിടുന്ന അമ്മയുടെ ചത്തുപോയ വാച്ചാണ്. ആരെങ്കിലും സമയം ചോദിച്ചാൽ ഫോണിൽ നോക്കി പറയാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി തലങ്ങനെ വിലങ്ങനെ നിന്ന് ഭംഗി ആസ്വദിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോവുകയാണ് ഗൈസ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പൊ ശരി ഗൈസ്, ഹാവ് എ നൈസ് ഡേ.